ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ, അതായത് അവരെല്ലാം ലണ്ടൻ സിറ്റിസൺ. അദ്ദേഹത്തിൻ്റെ പിതാവ് വർക്ക് ചെയ്യുന്നത് സുഡാനിലാണ്. അവിടെ സിവിൽ വാർ നടക്കും. അവിടെ ഡോക്ടറായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്, സർജനാണ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഈ ഫാമിലി ഇതേപോലെ ഹവാസിനെയും അതേപോലെ തന്നെ ആക്രമണത്തെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിട്ട് പോലും അതിനെ ഈ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് സംവിധാനങ്ങളനുസരിച്ച് അതിനെ മോണിറ്റർ ചെയ്യാൻ സാധിച്ചില്ല. ഇത് മാത്രമൊന്നുമല്ല, എനിക്ക് വേറെ കുറച്ച് എൻ്റെ സുഹൃത്തുക്കൾ, ചില ആൾക്കാർ കുറച്ച് ഡീറ്റെയിൽസ് അയച്ചത് ഇന്ത്യക്കാർക്കെതിരെ, അതായത് സിഖ് കമ്മ്യൂണിറ്റിയിലുള്ളവർ, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ഹിന്ദുക്കളായിട്ട് അവിടെ ജോലി ചെയ്യുന്നവരുടെ കടകൾ, അവർക്കെതിരെ അറ്റാക്ക് ചെയ്യുമെന്ന് ഇതേപോലെ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊന്നും ബ്രിട്ടീഷ് സർക്കാരും ബ്രിട്ടീഷ് പോലീസും ഒരു ആക്ഷനും എടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കും, ഇത്രയും വലിയൊരു കുറ്റവാളിയാണ്. അയാൾ ബെയിൽ ഔട്ടായി, അയാളെ അഴിച്ചു വിട്ടിരിക്കുന്നു, അയാളെ മോണിറ്റർ ചെയ്യുന്നില്ല. അപ്പോൾ പോലീസിൻ്റെ ഫെയിലിയർ അല്ലേ, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയറാണ്. കെയർ സ്റ്റാമർ മാഞ്ചസ്റ്റർ പോലീസ് സ്റ്റേഷൻ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകുന്നു, സംസാരിക്കുന്നു.